മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ ഗതാഗത മന്ത്രി CP ജോൺ ഉറപ്പു നൽകിയിട്ടും KSRTCയിലെ ആശ്രിത നിയമന നടപടികൾ സ്തംഭിച്ചു. ബസ് അപകടങ്ങളിൽ മരിച്ചവരുടെ ആശ്രിതരടക്കം 500-ലേറെ പേരാണ് നിയമനം കാത്തിരിക്കുന്നത്. ആശ്രിത നിയമനത്തിന് അർഹരായ 439 പേരുടെ പട്ടിക മെയ് അവസാനം കോർപ്പറേഷൻ തയ്യാറാക്കിയിരുന്നു. ഈ പട്ടിക എല്ലാ യൂണിറ്റ് ഓഫീസുകളിലേക്കും അയച്ചു. വിട്ടുപോയവരുടെ പേരുകൾ ചേർക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 500-ലേറെ പേരുടെ പട്ടിക തയ്യാറാക്കിയെന്നാണ് വിവരം. ആദ്യഘട്ട ഇന്റർവ്യൂവിന് 259 പേരുടെ പട്ടികയും തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഫയൽ ചുവപ്പ് നാടയിൽ കുരുങ്ങി. KSRTCയിലെ ഇടതു തൊഴിലാളി യൂണിയൻ എതിർപ്പുന്നയിച്ചതാണ് നിയമനത്തിന് തടസ്സം. PSC നിയമനത്തിന് പരിഗണന നൽകിയ ശേഷം ആശ്രിത നിയമനം നടത്തിയാൽ മതിയെന്നാണ് അവരുടെ വാദം. എതിർപ്പുയർന്നതോടെ രണ്ടാം ഘട്ട പട്ടിക പോലും തയ്യാറാക്കിയിട്ടില്ലെന്നാണ് വിവരം. ഇതോടെ നിയമനം പ്രതീക്ഷിച്ചിരുന്നവർ ആശങ്കയിലാണ്. നമ്മുടെ പേരൻസ് വർക്ക് ചെയ്ത ആ ഒഴിവുകൾ പോലും അവരത് നോക്കുന്നില്ല. എന്നിട്ട് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് നിരവധി ആളുകൾ കയറുന്നുമുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് മുഖേനയും കയറുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇതുവരെ യാതൊരുവിധ പരിഗണനയും തന്നില്ലായിരുന്നു. ഏകദേശം ഒരു 500ഓളം പേര് ഇപ്പം ലിസ്റ്റ് ഓക്കെ ആയിട്ടുള്ളവരുണ്ട്. അതിൽ 100 ഇത്രയോ പേരാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആകെ 715 രൂപയ്ക്കാണ് ഡെയിലി ഡ്യൂട്ടി ഉള്ളത്. വേറെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല. 10 വർഷത്തിന് ശേഷം KSRTCയിൽ ആശ്രിത നിയമനം നടത്തുമെന്ന തീരുമാനം 500-ലേറെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്നിരുന്നു. തടസ്സം നീക്കി നിയമനം വേഗത്തിലാക്കാൻ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് അർഹതപ്പെട്ടവർ. ന്യൂസ് മലയാളം, കൊല്ലം.